യൂറോപ്യൻ രാജാക്കന്മാരെ സ്പെയിൻ, ലാറ്റിൻ അമേരിക്കൻ പോരാട്ടവീരത്തിന്റെ കരുത്തുമായി ഉറുഗ്വേ, ലോകത്തെ ഞെട്ടിക്കാൻ വീണ്ടും സൗദി അറേബ്യ, കൂടെ കഞ്ഞി ലോകകപ്പിൽ ചരിത്രം രചിക്കാനെത്തുന്ന കേപ്പ് വെർഡെ. യൂറോപ്യൻ സൗന്ദര്യവും ലാറ്റിൻ അമേരിക്കൻ ആവേശവും ഏഷ്യൻ വീര്യവും ആഫ്രിക്കൻ കരുത്തും ഒത്തുചേരുന്ന ഗ്രൂപ്പ് എച്ച്. വമ്പന്മാരും അട്ടിമറി വീരന്മാരും അണിനിരക്കുന്നിടം. അവിടെ നിന്ന് മുന്നേറുന്നത് ആരൊക്കെയാകും? അതിവേഗ അറ്റാക്കിംഗ് ഫുട്ബോൾ കൊണ്ട് വിജയങ്ങൾ ഓരോന്നോരോന്നായി വെട്ടിപ്പിടിക്കുന്ന ടീം. ലൂയിസ് ഡിലാ ഫ്യൂന്റെ എന്ന പരിശീലകന് കീഴിൽ യൂറോ കപ്പ് ജേതാക്കളെത്തുന്ന സ്പാനിഷ് പട 2010 ശേഷം മറ്റൊരു വിശ്വവിജയമാണ് ലക്ഷ്യമിടുന്നത്. ഫിഫ റാങ്കിങ്ങിലെ 2ാം സ്ഥാനക്കാരെ അവർക്കിത് 17ാമത്തെ ലോകകപ്പാണ്. പന്തടക്കത്തിനൊപ്പം വിങ്ങുകളിലൂടെ മിന്നലാക്രമണം നടത്തുന്ന താരങ്ങളും ഇത്തവണ സ്പെയിനെ കൂടുതൽ അപകടകാരികളാക്കുന്നു. സ്പെയിൻ കളത്തിലിറങ്ങുമ്പോൾ ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്നത് യുവതാരം ലമീൻ യമാലിന്റെ ഇടതുകാലിലെ മാന്ത്രികത കാണാൻ കൂടിയാണ്. 15ാം വയസ്സിൽ ബാഴ്സയുടെ സീനിയർ ടീമിനെ അരങ്ങേറിയ 16ാം വയസ്സിൽ സ്പാനിഷ് പടയുടെ യൂറോ കപ്പ് നേട്ടത്തിൽ നിർണായക പ്രകടനം നടത്തിയ യമാൽ 18ാം വയസ്സിലാണ് ലോകകപ്പിൽ പന്ത് തട്ടാൻ ഒരുങ്ങുന്നത്. യമാലിനൊപ്പം നിക്കോ വില്യംസ് കൂടി ചേരുമ്പോൾ വിങ്ങുകളിലൂടെ സ്പെയിൻ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തീപിടിക്കുന്ന വേഗമായിരിക്കും. മധ്യനിരയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡറിൽ ഒരാളായ റോഡ്രി കളി നിയന്ത്രിക്കുമ്പോൾ കരുത്തു പകരാൻ പെഡ്രിയും ഗാവിയും ഉണ്ടാകും. കീ പ്ലെയേഴ്സ് പരിക്കിന്റെ പിടിയിലായിരുന്നുവെന്നത് ചെറുതല്ലാതെങ്കിലും സ്പെയിനെ ആശങ്കപ്പെടുത്തുന്നു. യമാലിന് ആദ്യ മത്സരങ്ങൾ നഷ്ടമാകുമെങ്കിലും ടീം ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി അനായാസം തന്നെ മുന്നേറുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാളികൾ, 2 തവണ ലോക ചാമ്പ്യന്മാരായ ചരിത്രം. ഏത് സാഹചര്യത്തിലും അവസാന ശ്വാസം വരെ പൊരുതുന്ന ഉറുഗ്വേ ലോകകപ്പിലെത്തുന്നത് അങ്ങനെ വെറുതെ പോകാനല്ല. സുവർണ കാലഘട്ടത്തിലേക്കുള്ള മടക്കയാത്രയിലാണ് നിലവിൽ ഉറുഗ്വേ. റയൽ മാഡ്രിഡിന്റെ മിഡ്ഫീൽഡ് താരം ഫെഡറിക്കോ വാൽവെർഡെ, അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഹൊസെ മരിയ ഹിമനസ്, ബാഴ്സയുടെ റൊണാൾഡോ അരോഹോ, അൽ ഹിലാലിന്റെ ഡാർവിൻ ന്യൂനസ്, അങ്ങനെ ഒട്ടനവധി താരങ്ങൾ ഇന്ന് അവരുടെ നിരയിലുണ്ട്. എന്നാൽ ഇവരിൽ പലരും പരിക്കിന്റെ പിടിയിലാണുള്ളത് ടീമിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ടാകാം. ഇതിഹാസ പരിശീലകൻ മാർസലോ ബിയൽസയ്ക്ക് കീഴിൽ ഹൈ പ്രസിംഗ് ഗെയിം കളിച്ച എതിരാളികളെ വീഴ്ത്തുക തന്നെയാകും ലോകകപ്പിൽ അവരുടെ ലക്ഷ്യവും. പരിക്കിന്റെ പിടിയിലുള്ള താരങ്ങൾ ഫിറ്റ്നസ് വീണ്ടെടുത്ത് തിരികെ എത്തിയാൽ ലോക റാങ്കിങ്ങിൽ 17ാം സ്ഥാനത്തുള്ള ടീമിന്റെ മുന്നേറ്റവും എളുപ്പമാകും. ഖത്തർ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ അർജന്റീനയെ വീഴ്ത്തി ലോകത്തെ ഞെട്ടിച്ച ചരിത്രമുണ്ട് സൗദി അറേബ്യയ്ക്ക്. ജോർജിയസ് ഡോണിസ് എന്ന പുതിയ പരിശീലകന് കീഴിൽ ചരിത്രം ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഗ്രീൻ ഫാൽക്കൺസ് എത്തുന്നത്. ഫിഫ റാങ്കിങ്ങിൽ നിലവിലെ 61ാം സ്ഥാനക്കാരാണ് സൗദി അറേബ്യ. സൗദി പ്രോ ലീഗിൽ ലോകോത്തര താരങ്ങൾക്കൊപ്പം പന്ത് തട്ടുന്ന സൗദി ദേശീയ താരങ്ങളുടെ ആത്മവിശ്വാസം ഇപ്പോൾ വാനോളമാണ്. പ്രതിരോധ നിരതാരം സൗദ് അബ്ദുൽ ഹമീദ്, മുന്നേറ്റ നിരതാരം സലീം അൽ ദസരി എന്നിവരുടെ പ്രകടനങ്ങളാകും അവർക്ക് ഇത്തവണ നിർണായകമാകുന്നത്. പ്രതിരോധത്തിലും വേഗതയാർന്ന കൗണ്ടർ അറ്റാക്കുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സൗദി ഇത്തവണ സ്പെയിനെയോ ഉറുഗ്വേയോ അട്ടിമറിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. കേപ്പ് വെർഡെ, അത്ലറ്റിക് സമുദ്രത്തിലെ ഈ ചെറിയ ദ്വീപ് രാഷ്ട്രം ലോകകപ്പിന് യോഗ്യത ഉറപ്പിച്ചത് തന്നെ വലിയ അത്ഭുതമാണ്. ആഫ്രിക്കൻ ക്വാളിഫയറിൽ കാമറൂണിന് 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളി ഗ്രൂപ്പ് ഡിയിലെ ഒന്നാമന്മാരായിട്ടായിരുന്നു കേപ്പ് വെർഡെ എന്ന ബ്ലൂ ഷാർക്ക് ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പ് യോഗ്യത ഉറപ്പിച്ചത്. രൂബിസ്റ്റ എന്ന പരിശീലകന് കീഴിൽ ചരിത്രം രചിക്കാനിറങ്ങുന്ന കേപ്പ് വെർഡെ സംഘത്തിലെ പ്രധാന താരങ്ങൾ സ്ട്രൈക്കർ റയാൻ മെൻഡിസ്, വിങ്ങർ ഗാരി റോഡ്രിഗസ്, ഗോൾ കീപ്പർ ജോസ്മൻ ഡയസ് എന്നിവരാണ്. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാതെ പുതിയ ഉയരങ്ങൾ വെട്ടിപ്പിടിക്കാനാണ് ഈ ആഫ്രിക്കൻ സംഘം എത്തുന്നത്. അവരുടെ പോരാട്ട വീരത്തിന് മുൻപിൽ വൻപന്മാർക്ക് അടിതെറ്റുമോ? കാത്തിരുന്നു കാണാം.